നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുതലാളിമാർക്ക് പൊള്ളും. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ കർശന നടപടികളിലേക്ക് സർക്കാർ. അപകട മരണമുണ്ടായാൽ ബസ് പെർമിറ്റ് 6 മാസത്തേക്ക് റദ്ദാക്കും. സംസ്ഥാനത്ത് ഞെട്ടിപ്പിക്കുന്ന റോഡ് അപകടങ്ങൾ കുറയ്ക്കാനുള്ള പലതരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതിനിടെ കർശന നടപടികളിലേക്ക് ഗതാഗത വകുപ്പ്. സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ട് ആളുകൾ മരിക്കുന്ന സാഹചര്യമുണ്ടായാൽ 6 മാസം പെർമിറ്റ് റദ്ദാക്കുമെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അറിയിച്ചു. അശ്രദ്ധമായി വണ്ടി ഓടിച്ച് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ 3 മാസം പെർമിറ്റ് റദ്ദാക്കും. സ്വകാര്യ ബസ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ക്ലീനർമാർക്കും പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെ പരാതി പറയാൻ ഉടമകൾ ബസ്സിൽ നമ്പർ പ്രസിദ്ധീകരിക്കണം. ബസ്സുകളുടെ മത്സര ഓട്ടം തടയാൻ ജിയോ ടാഗ് ചെയ്യും. ബസ് ഉടമകളുടെ സൊസൈറ്റി ഇത് ചെയ്യണം. പെർമിറ്റ് എടുത്തിരിക്കുന്ന സ്വകാര്യ ബസ്സുകൾ ലാസ്റ്റ് ട്രിപ്പ് നിർബന്ധമായി ഓടണം. ഒരു വണ്ടിയെങ്കിലും ഓടണം, ഇല്ലെങ്കിൽ പെർമിറ്റ് ക്യാൻസൽ ചെയ്യണം. മാർച്ച് മാസത്തിനുള്ളിൽ ബസ്സിൽ ക്യാമറ സ്ഥാപിക്കണം. കഴിഞ്ഞ ദിവസം അപകട മരണമുണ്ടായ പാലക്കാട് പനയമ്പാടത്ത് വേഗത കുറയ്ക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി മന്ത്രി അറിയിച്ചു. സ്ഥലത്ത് സ്ഥിരമായി ഡിവൈഡർ സ്ഥാപിക്കും. ബസ് ബേ മാറ്റി സ്ഥാപിക്കും. ഡിവൈഡർ സ്ഥാപിക്കാൻ 1 കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റി അനുവദിക്കും. ഊരാളുങ്കൽ സൊസൈറ്റിയെ പണിയേൽപ്പിക്കും. പാലക്കാട് IITയുടെ 5 ശുപാർശ നടപ്പാക്കും. മുണ്ടൂർ റോഡിലും MVD നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തും. അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് PWD എസ്റ്റിമേറ്റ് സമർപ്പിക്കും. പാലക്കാടിനും കോഴിക്കോടിനും ഇടയിൽ 16 സ്ഥലങ്ങളിൽ ബ്ലാക്ക് സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ NH മാറ്റം വരുത്തും. ഡിസൈൻ ചെയ്യുന്നവരാണ് ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാക്കുന്നത്. പനയമ്പാടത്ത് വിവിധ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, എന്നാൽ ഇത് കൃത്യമായി ശ്രദ്ധിച്ചില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പത്തനംതിട്ട മുറിഞ്ഞെങ്കലിൽ മിനി ബസ്സും കാറും കൂട്ടിയിടിച്ച് നവദമ്പതിമാരടക്കം 4 പേർ മരിച്ച സംഭവം ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കാമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. റോഡിന് എന്തെങ്കിലും പ്രശ്നമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഗതാഗത നിയമലംഘനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഫൈനുകൾ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണുള്ളത്. റോഡുകൾ ഉപയോഗിക്കുന്നവരെല്ലാം ശ്രദ്ധാലുക്കളാവുക എന്നത് മാത്രമേ ചെയ്യാനുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു അപകടത്തിൽ ഒരു മരണം എന്നത് ഒരു കുടുംബത്തിന്റെ അവസ്ഥയിൽ ഉണ്ടാകുന്ന ദുഃഖകരമായ മാറിമറയിലാണെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ റോഡ് അപകടങ്ങളും മരണങ്ങളും കുറയേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ്. ഇതിനൊരു പരിഹാരം കാണണമെന്ന് എല്ലാവരും തീരുമാനമെടുക്കണം. വാഹനം ഓടിക്കുന്നവരും അല്ലാത്തവരും റോഡ് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കുക അല്ലാതെ വേറെ മാർഗമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 1999 സ്ഥലം ഏറ്റെടുത്തിട്ടതാണ് ഇപ്പോൾ അപകടമുണ്ടായ ഈ റോഡ്. ലോകബാങ്ക് ഉപേക്ഷിച്ച റോഡായിരുന്നു. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രി G സുധാകരന് മേൽ വളരെയധികം സമ്മർദ്ദം ചെലുത്തി ഈ റോഡ് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഞാനാണ് അതിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നത്. പത്തനാപുരത്ത് നിന്നാണ് റോഡിന്റെ ഉദ്ഘാടനം പോലും നടന്നത്. വളരെയധികം ഇടപെടൽ നടത്തിയ ശേഷമാണ് ലോകബാങ്കിന് ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പറയുന്നത് പോലെ ഈ റോഡിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളില്ല. വീതി കൂടിയ നേരെ പോകുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. വിദഗ്ധരാണെന്ന് സ്വയം കരുതുന്ന ഡ്രൈവർമാർ വളരെ വേഗത്തിലാണ് വാഹനം ഓടിക്കുക. അതിൽ വേറൊന്നും ചെയ്യാനില്ലെന്നും മന്ത്രി പറഞ്ഞു.